PC ജോർജ് ലവ് ജിഹാദ് പരാമർശത്തിൽ പോലീസ് വീണ്ടും നിയമോപദേശം തേടുമെന്നുള്ളതായിരുന്നു. ആദ്യം കിട്ടിയ നിയമോപദേശത്തിൽ വ്യക്തതയില്ലാത്തതിനാലാണ് വീണ്ടും നിയമോപദേശം തേടുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നതാണോ നിയമോപദേശം ആരായുന്നത്? അത് പരിശോധിക്കുന്നുണ്ട്. ഈ പരാതിക്കാർ ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിക്കൊണ്ട് ഒരു പരാതി നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ പരാതിക്കാർ തയ്യാറായിട്ടുണ്ട്. പോലീസ് പരിശോധിക്കുന്ന പക്ഷേ മറ്റൊന്നാണ്. അതായത് ഈ ലവ് ജിഹാദ് പരാമർശം പാലായിൽ നടന്ന KCBCയുടെ പരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അത് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കേണ്ടതിലേക്ക് വരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നിലവിൽ APPയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു നിയമോപദേശം അവിടുത്തെ ലോക്കൽ പോലീസ് തേടിയത് പാലായിലെ. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത കൃത്യമായി ലഭിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ ഉയർന്ന അഭിഭാഷകർ, സർക്കാർ അഭിഭാഷകരിൽ നിന്നും ഈ നിയമോപദേശം തേടിയ ശേഷം നടപടിയിലേക്ക് പോയാൽ മതി, ഏതൊക്കെ വകുപ്പുകൾ ചുമത്താമെന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് ജാമ്യവ്യവസ്ഥയുടെ, അതായത് ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാമ്യവ്യവസ്ഥ ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ള കാര്യം ഈ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ ഉതകുന്ന കാര്യങ്ങളുണ്ടോ എന്നാണ്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നിയമോപദേശം വീണ്ടും തേടാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയേക്കുന്നത്. ഓക്കെ, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.